ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കപ്പ് അടിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നല്ല പ്രശ്നം. അതിലാരൊക്കെ മത്സരിച്ചോ അവർക്കൊക്കെ ബിസിയാണ്. അതിൽ പങ്കെടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, ആരും കിട്ടാനില്ല. കാരണം എല്ലാവരും ഉദ്ഘാടനങ്ങൾക്കായി ഇങ്ങനെ ഓടി നടക്കുക. ഇപ്പം അനീഷാണെങ്കിൽ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അതുപോലെ കൊച്ചു കുട്ടികളോടുള്ള ഉപദേശങ്ങൾക്ക് അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുക, അവരെ കൂട്ടുപിടിക്കുക, അവരോട് സഹകരിക്കുക, അമ്മമാരെ കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അനുമോളാണെങ്കിൽ ഗൾഫിലാണ്, അവിടെ നിന്ന് കൊണ്ട് ഇറങ്ങിയിട്ടില്ല എന്ന് കേട്ട്. കാരണം ഉദ്ഘാടനങ്ങളും ഇപ്പോൾ അനുമോളും അനീഷും കൂടി ഇപ്പോൾ 1-2 ഉദ്ഘാടനങ്ങൾ കണ്ടിരുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോകൾ കയ്യിലുണ്ട്. അതുപോലെ ആദില നൂറ ജ്വല്ലറികൾ ഉദ്ഘാടനം, ഇവരൊക്കെ ഓടി നടക്കുകയാണ്. കാരണം ഇപ്പോഴേ ചാൻസ് അവർക്കുള്ളൊരു ചാൻസ് കൂടിയാണ്. അവരുടെ ടൈം നല്ലതാണെങ്കിൽ അവർക്ക് കിട്ടണമല്ലോ. കാരണം നമ്മുടെ ടൈം നന്നാകുമ്പോൾ നമ്മൾ സമ്പാദിക്കണം. അതിൻ്റെ മുകളിൽ വേറൊന്നും വെക്കാനൊന്നുമില്ല. ആരും വെറുതെ ഒന്നും കൊണ്ടുത്തരുന്നില്ല. ഒരു കാശും ആരും കൊണ്ടുത്തരില്ല. നമ്മളെ സമയം നന്നാകുമ്പോൾ നമ്മൾ ചെയ്യുക, നമുക്ക് കിട്ടും. നെവിൻ അങ്ങനെയല്ല. നെവിന് ഭക്ഷണം മതി എന്നാണ് കേൾക്കുന്നത്. നെവിൻ 2-3 ദിവസമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കും, നല്ല ഭക്ഷണം അടിക്കും. കാശ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ബാക്കിയുള്ളവരൊക്കെ ഓടി നടക്കുന്നു എല്ലാവരും. പിന്നെ അതുപോലെ ഷാനവാസിൻ്റെ കാര്യങ്ങൾ അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. അതുപോലെ അനീഷിൻ്റെ, അനുമോളുടെ, പിന്നെ ആദില നൂറ ഇവരുടെയൊക്കെ വീഡിയോകൾ വന്നിട്ടുണ്ട്. ഏതായാലും ഇതിന് ശേഷം ആ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കാണാൻ കഴിയും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എല്ലാ വീഡിയോകളും ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പുതിയ കഥകളുമായി ഉടനെ തിരിച്ചു വരാം. താങ്ക് യു.